ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുക. അരുൺ സർട്ടിഫിക്കറ്റ്സ് എടുക്കാനായിട്ട് പോയി. അപ്പോഴേക്ക് ഇയാൾ അവിടെ കിടന്ന് ഉറഞ്ഞുള്ളൂ. അപ്പോൾ രവിവേട്ട് നിങ്ങൾ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ അമ്മ പറയുമ്പോൾ നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ നിധിയാണെങ്കിൽ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. അപ്പോൾ ഈ അരുൺ അത് എടുത്തുകൊണ്ട് വന്ന് നിധിയുടെ കയ്യിലേക്ക് കൊടുത്തു. നിധിയുടെ മുന്നിൽ പിടിച്ചുകൊണ്ട് നിധി ഇത് തട്ടിപ്പറിച്ച് മേടിച്ചു. ഇത് വിടാനാ പറഞ്ഞത്, നിന്നോട് വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കിടന്ന് ഒച്ച വയ്ക്കുമ്പം ഇത് എൻ്റെയാണെന്നും എനിക്ക് വേണമെന്ന് നിധി പറയുമ്പോൾ മാറി നിൽക്കടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ഇത് തട്ടിപ്പറിച്ച് മേടിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അരുൺ, അച്ഛൻ പ്ലീസ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം, എനിക്ക് അങ്ങോട്ട് പോകണോ അച്ഛാ എന്ന് പറയുമ്പം നീ മാറാൻ പറഞ്ഞു അച്ഛൻ പ്ലീസ് അച്ഛാ എന്ന് പറയുമ്പോൾ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു നിധിയെ ഇയാൾ. അപ്പോൾ ഈ സൂര്യ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സാന്ദ്രയ്ക്ക് പേടിയായി. ഇതല്ലേ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു അച്ഛൻ. ഇത് വെച്ചല്ലേ നീ സ്വപ്നം കണ്ടതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പോകുന്നതെന്നും അച്ഛൻ മോളോട് ചോദിക്കും. അപ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാമെന്ന് അച്ഛൻ മോളോട് പറയണു. ഈ സർട്ടിഫിക്കറ്റ്സ് നിനക്ക് വേണം എങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ ജീവിക്കണമെന്ന് അയാൾ നിധിയോട് പറഞ്ഞു. അതെ നമ്മളോട് സൂര്യ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പകരം തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി ആ റാസ്കാലിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് നിന്റെ തീരുമാനം എങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ID പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് നീ മാറുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനാച്ച ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു നിധി അന്നേരം ഇദ്ദേഹത്തിനോട്. ഈ സർട്ടിഫിക്കറ്റ്സ് ID പ്രൂഫും ഇല്ലാതെ എങ്ങോട്ട് പോയിട്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല എന്ന് നിധി പറയുക. ദയവ് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ കാല് പിടിക്കാമെന്നും പറഞ്ഞ് നിധി ഇങ്ങനെ കാല് പിടിച്ച് അപേക്ഷിക്കാം. അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കച്ഛൻ പ്ലീസ് എന്നും പറഞ്ഞ് കൈ കൂപ്പി യാചിക്കുക. ഇത് കണ്ടപ്പോഴത്തേക്കും സൂര്യയ്ക്ക് ഭയങ്കര സന്തോഷം. പ്ലീസ് അച്ഛൻ ഞാൻ ഇനി വേറെ ഒന്നും ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കരുത് രാജീവേട്ട എന്ന് അമ്മ സൈഡിൽ നിന്ന് പറയുന്നു. നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങളാണെന്നും ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ഉപേക്ഷിച്ച് പോകുന്നവൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ്സ് പിന്നെ എന്തിനാണെന്ന് അമ്മ മോളോട് ചോദിച്ചു. അപ്പോൾ അമ്മ അങ്ങനെ പറയല്ലേ അമ്മ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിധി എന്നും പറഞ്ഞ സൂര്യ എന്തൊക്കെയോ നിന്നിങ്ങനെ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ ക്ഷമയെ നീ ഒരുപാട് പരീക്ഷിക്കരുതെന്ന് അച്ഛൻ പറയണു. ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ നിനക്ക് നിന്റെ തീരുമാനം പറയാം എന്നും നിധിയോട് അച്ഛൻ പറഞ്ഞു. ഇതിങ്ങനെ ആകെ സ്തംഭിച്ച് അവിടെ നിൽക്കുവട്ടെ. ഇയാളാണെങ്കിൽ സർട്ടിഫിക്കറ്റും പിടിച്ചങ്ങ് മാറിപ്പോയി നിൽക്കുക. ആ സമയത്ത് അമ്മ അച്ഛനോടൊന്ന് അമ്മയെന്നും പറഞ്ഞ് കയ്യേ കാലെ പിടിക്കുക അമ്മയുടെ. ഇപ്പം എനിക്കൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. നിധി എന്നിട്ട് സാന്ദ്രയുടെ അടുത്ത് ചെന്നു. സാന്ദ്ര നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അരുണിൻ്റെ അടുത്ത് ചെന്നു. അരുൺ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. മറ്റവനാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛ പ്ലീസ് അച്ഛ അതെനിക്ക് അച്ഛാന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. ഞാൻ അതുമായിട്ട് പൊയ്ക്കോളാം അച്ഛ, ഇനി ഒരിക്കലും നിങ്ങൾ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ നിധി പറയുമ്പോഴേക്കും ഇയാൾ എന്നെ ചെയ്തുവെന്നറിയോ, ആ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് നിധിയുടെ മുന്നിൽ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ്സ് മുഴുവനും അയാൾ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ നികേഷ് പുറത്ത് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ നിധി അത് തടയാൻ ചെന്നപ്പോഴത്തേക്കും നിധിയെ അച്ഛനും ആങ്ങളെയും കൂടെ പിടിച്ചു വെച്ചു. അങ്ങനെ നിധിയുടെ കൺമുന്നിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം കത്തി അമർന്നു കേട്ടോ. കത്തി ഇത് ചാരം പോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിധി ഓടി ചെന്ന് ഇത് തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ ഇല്ല, മൊത്തം കത്തിപ്പോയി. അപ്പം നിധി കിടന്ന് കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് ആങ്ങളെയും അമ്മയും അച്ഛനും അതുപോലെ സൂര്യയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുക. കത്തിക്കരിഞ്ഞ സാധനം എടുത്ത പാവം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി നീ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറയാണ് അമ്മ. സാന്ദ്രയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അമ്മ എന്നിട്ട് ചെന്നിട്ട് നിധിയെ വലിച്ചു പൊക്കി. അപ്പോൾ അവരുടെ ഇവിടെ വന്ന് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചു പിടിച്ച് നിധിയൊക്കെ പൂട്ടിയിടാനായിട്ട് ഇവർ നോക്കുക. അപ്പോൾ അത് അവിടെ കിടന്ന് കത്തി എരിഞ്ഞിങ്ങനെ പോയി, അതായത് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ വിട് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഇവരെ 2 പേരെയും കൂടെ അങ്ങോട്ട് സകല ശക്തി എടുത്ത് തള്ളി അങ്ങ് മാറ്റി. അപ്പോഴത്തേക്കും അച്ഛനൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കും. അതുപോലെ തന്നെ സൂര്യയും. ഈ സമയത്ത് നിധി തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചത്തുപോയെന്ന് കണക്കാക്കി കൊള്ളാമെന്ന് നിങ്ങൾ പല തവണ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് നിധി അച്ഛനോട് ചോദിച്ചു. നിങ്ങളെപ്പോലെ ക്രൂരമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല എന്നും അച്ഛനോട് നിധി പറയാം. പക്ഷെ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, ഇനി മേലിൽ എനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരും ഇല്ല എന്ന് നിധി അടിവരയിട്ട് എഴുതുവാണ്. തൻ്റെ ബന്ധങ്ങളെല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരുടെയും മുന്നിൽ. ഞാനിനി മുതലേ ഒറ്റയ്ക്കാണെന്നും നിധി ഇവരോട് പറയുവാണ്. എനിക്ക് ഇനി സ്വന്തമോ ബന്ധമോ ഒന്നുമില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവർ അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. നിധിയുടെ ആ ഒരു ഉറച്ച തീരുമാനം കേട്ടിട്ട് അങ്ങനെ തൻ്റെ സർട്ടിഫിക്കറ്റിലേക്ക് നോക്കി വീണ്ടും കരഞ്ഞ് ഇതെൻ്റെ ഭാവിയായിരുന്നു, ഇതാണ് നിങ്ങൾ എൻ്റെ മുന്നിലിട്ട് കത്തിച്ച് കളഞ്ഞത്, വേറെ എന്തു മറന്നാലും ഇത് ഞാൻ മറക്കില്ല എന്ന് നിധി അച്ഛനോട് പറയുക. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു കാലത്തും മാപ്പ് തരില്ല എന്നും നിധി പറയുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം നിധിയോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സൂര്യ. ഇത് വെച്ച് ഞാൻ ജീവിക്കേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു എന്ന് തന്നെ അച്ഛാ എന്ന് നിധി അച്ഛനോട് പറഞ്ഞു. ഇതിനൊന്നും ആർക്കും മറുപടിയില്ല. എല്ലാവരും ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. നിങ്ങൾ കത്തിച്ച് കളഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ് മാത്രമല്ല,
എൻ്റെ സ്വപ്നങ്ങളും കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണമെന്നൊക്കെ നിധി അച്ഛനോട് പറയുവാണ്. ഇതിലും ഭേദം നിങ്ങൾ എന്നെ ജീവനോടെ കത്തിച്ച് കളയുന്നതായിരുന്നു എന്നും നിധി അച്ഛനോട് പറയുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ വിഷമിച്ച പോലെ അഭിനയിച്ചൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ, ചങ്ക് പൊട്ടിക്കരയുന്ന നിധി. അപ്പോൾ ഇനി ഒരിക്കൽ പോലും അച്ഛനോ അമ്മയോ എന്നുള്ള ബന്ധം വെച്ച് ഞാനിങ്ങോട്ട് വരില്ല, നിങ്ങളെ അന്വേഷിച്ച് ഞാൻ വരില്ല. ഞാൻ പോവും അവിടുന്ന്, എന്നെ അന്വേഷിച്ച് ഒരിക്കലും എൻ്റെ പിന്നാലെ ആരും വന്നേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആങ്ങളെയും അമ്മയും അപ്പുറവും ഇപ്പുറവും നിൽക്കുമല്ലേ, രണ്ടെണ്ണവും കൂടി എന്നിട്ട് നിധിയെ തടഞ്ഞു. നിന്നോട് ആരാ ഇവിടുന്ന് പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുക അമ്മ. അപ്പോഴത്തേക്കും നിധി അമ്മയുടെ നേരെ അങ്ങ് തിരിഞ്ഞു നിന്നു. നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ എനിക്ക് പോകാൻ എന്ന് നിധി അമ്മയോട് ചോദിച്ചു. ഞെട്ടിപ്പോയി അമ്മയും ആങ്ങളെ അച്ഛനും ഒക്കെ. സൂര്യയൊക്കെ കണ്ണും മിഴിച്ചിങ്ങനെ നിൽക്കുക. ഇങ്ങോട്ട് വരാമെങ്കിലേ എനിക്ക് പോകാനും അറിയാമെന്ന് നിധി പറയുമ്പോൾ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ അടിയെന്ന് അരുൺ ചോദിച്ചു. എല്ലാം കത്തിപ്പോയില്ലേന്ന് ആങ്ങളെ ചോദിക്കുമ്പോഴേ എനിക്കിനി എന്ത് ചെയ്യാനാകുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് നിധി പറയുവാണ്. എന്നോട് ഇങ്ങനെ ചെയ്ത് തോർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും, നോക്കിക്കോളാനും നിധി പറഞ്ഞു. അന്ന് നിങ്ങൾ എന്നെ തേടി വന്നിരിക്കും, അതിനൊരു സംശയവും വേണ്ട എന്ന് നിധി ഇവരോട് പറയണം. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ നേരെ അങ്ങനെ അങ്ങ് നിന്നു. ഈ വെണ്ണീറെടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളാനും പിന്നെ നിങ്ങളായിട്ട് കൊന്നുകളഞ്ഞ മകളുടെ ചാറ് എന്നുള്ള പേരിൽ ഒഴുക്കാൻ അവസാനമെങ്കിലും ഇരിക്കട്ടെ കയ്യിലെന്ന് നിധി പറഞ്ഞു. നിധി നീ അതിര് കടക്കുന്നുവെന്ന് അച്ഛൻ പറയുമ്പം ഇനി എനിക്ക് സംസാരിക്കാനും അതിരുകളുടെ പേടി വേണ്ടച്ചാ, അതിൻ്റെ ആവശ്യം എനിക്കില്ലാന്നും ആ ഭയവും ബഹുമാനവും ഭക്തിയും ഇന്നത്തോടെ എല്ലാം തീർന്നെന്നും പറയുവാണ്. മറ്റൊരു നിധിയെ കണ്ട് ഇവർ നടുങ്ങി നിൽക്കുക കേട്ടോ. അമ്മയൊക്കെ അന്തം വിട്ട് നിൽക്കും, നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നോർത്തിട്ട്. സൂര്യയും കണ്ണും മിഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും നാളും എനിക്ക് ഈ വീട് വിട്ടു പോയതിൽ കുറ്റബോധവും വിഷമവും സങ്കടവും ഒക്കെ തോന്നിയിരുന്നു. നിങ്ങളെയൊക്കെ നാണം കെടുത്തിയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇനി എനിക്കതില്ല. ചെയ്തതിൽ എനിക്ക് തരുമ്പോൾ കുറ്റബോധം പോലും ഇല്ല എന്നും ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരു കുടുംബത്തോട് ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ ശരിയെന്നാ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നതെന്നും നിധി ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുവാണ്. അപ്പോൾ ഇടയ്ക്കടി എന്ന് അമ്മ നിധിയോട് പറയുന്നു. കൈ നീട്ടി ഞാൻ തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ഓങ്ങിയപ്പോഴേക്കും അമ്മയുടെ കൈക്ക് വരെ കയറി പിടിച്ച് തടഞ്ഞു നിധി. തൊട്ട് പോകരുത് തന്നെ എന്നും പറഞ്ഞു. ഇതൊക്കെ കണ്ട ആങ്ങളെ അച്ഛനും തലയെ കൈവച്ച് ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനി നിധിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല എന്ന് നിധി പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും സൂര്യ ആന്നും പറഞ്ഞ് കണ്ണും പിടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ കയ്യും പിടിച്ച് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച ഞാൻ ഇവിടേക്ക് വന്നത് സ്വന്തം മകളുടെ ഭാവി നശിപ്പിക്കാൻ നിങ്ങളും കൂടി കൂട്ടുനിന്നല്ലോ എന്നോർത്ത് ഇനി നിങ്ങൾ ദുഃഖിക്കുമെന്നും നിധി അമ്മയോട് പറയണു. ഇല്ലടി എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത നിന്നെ പോലെയുള്ളവളെ പ്രസവിച്ചല്ലോ എന്നോർത്ത് എനിക്ക് നാണം തോന്നുന്നടി എന്നൊക്കെ അമ്മ നിധിയോട് പറയണു. അച്ഛൻ്റെ മുന്നിൽ ചെയ്ത വൃത്തികേടുകളെ ന്യായീകരിക്കാൻ അത്രയ്ക്ക് തൊലിക്കെട്ടി വേണോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ മോളോട് പറയുക. അച്ഛന് ഞാൻ ചത്തുപോയവള് തന്നെയാണ്, നിങ്ങൾക്ക് എന്നെ പെറ്റതിൽ നാണക്കേടും അല്ലമ്മേ എന്നും നിധി അമ്മയോട് ചോദിക്കണം. എന്നും പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ. സൂര്യക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇതേ നാവ് കൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിരിക്കും എന്നും നിധി ഇവരെ വെല്ലുവിളിച്ചിട്ടാണ് ആ പടി ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാത്തിനെയും ചവിട്ടി മാറ്റിയിട്ട് നമ്മുടെ നിധി അപ്പം നിധി മോളെ നിധി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നാലെ ചെല്ലുക. നിധി ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും പോയി വിളിച്ചോണ്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങളയോട് പറയുക. ആങ്ങളെ പോവുക. ആങ്ങളെ കുറേ ചെന്ന് വിളിച്ചു. അമ്മ ഉന്തി തള്ളി വിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ നികേഷ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവനെന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കിയത് അരുൺ. പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു നിധി. തൊട്ട് പോകരുതെന്ന് പറഞ്ഞു. ആരാ നിങ്ങളോട് ഇവനെ തൊടാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ആരാടി ഇവനെന്താടി ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുൺ കിടന്ന് ഭയങ്കര ഇതിൽ പറയാം. നാണം കെട്ട കുടുംബത്തിലെ ആണല്ലോ അടി ഇവനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുൺ ഇങ്ങനെ പറയുമ്പോൾ അതെ സ്വയം പ്രതാപികളെന്ന് അഭിമാനിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെക്കാളും നന്മയും അന്തസ്സും നിങ്ങൾ പറഞ്ഞു ഈ നാണം കെട്ട കുടുംബത്തിനുണ്ടെന്ന് നിധി പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായെന്നും നിധി പറയാം. അതെങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും? നിങ്ങൾ ഈ കുടുംബത്തിൽ ആളായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി നീ ഇട്ടെറിഞ്ഞു പോകുന്നതേ സ്വത്തും തറവാടിത്തും അന്തസ്സും ഉള്ളൊരു വലിയ കുടുംബത്തെയാണെന്ന് നീ ഓർക്കണം. കൂട്ടത്തിൽ എന്നെപ്പോലെ ഒരാളെ താൻ പോടോ എന്നും പറഞ്ഞ് നികേഷ് വന്നേന്ന് പറഞ്ഞ് നികേഷിൻ്റെ കയ്യും പിടിച്ച് നമ്മുടെ നിധി അവിടെ നിന്ന് ഇറങ്ങിപ്പോരും കേട്ടോ. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നിധി ഇറങ്ങിപ്പോരുന്നു. കരഞ്ഞുകൊണ്ടാണ് പോരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇരിക്കാൻ ഏട്ടത്തിന്നും പറഞ്ഞുകൊണ്ട് നികേഷ് നിധിയോട് പറഞ്ഞു ബാന്നും പറഞ്ഞിട്ട് വിളിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി ബസ് സ്റ്റോപ്പിൽ. എന്നിട്ട് പോയി ഒരു കുപ്പി വെള്ളവും മേടിച്ചുകൊണ്ട് കൊടുത്തു നിധിക്ക്. അപ്പോൾ നിധി മുഖമൊക്കെ കഴുകി എന്തിനായിട്ട് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നെ ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ നികേഷിനോട് നിധി പറയുക കേട്ടോ. അപ്പോൾ എന്തിനാ ഇങ്ങനെ കരയല്ലേ ഏട്ടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ ചതിക്കായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് തരാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തിയത് സർട്ടിഫിക്കറ്റ് തരാനായിരുന്നില്ല, എന്നെ അവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുക. എൻ്റെ ജീവിതം അവർ തകർത്തു എന്നൊക്കെ പറഞ്ഞ് നിധി എല്ലാം പറയുക. അതിനുശേഷം നിധി അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നികേഷിനോട് പറയുവാണ്. ഞാൻ അവിടെ നിന്നേക്കുമായി പടിയിറങ്ങി, എനിക്കിനി അവരൊന്നും ആരുമല്ല,
അവർക്ക് അവരുടെ വാശിയും വൈരാഗ്യമാണ് വലുതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നിധി ഇങ്ങനെ ഇവരോട് പറയും. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നികേഷ് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അനിയൻ കരയുന്നത് കണ്ടപ്പം നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു നിധി. ദേ നീ കരയണ്ടാന്ന് നിധി പറയുക. അപ്പോൾ ഏട്ടത്തി കരയാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല ഞാൻ എനിക്കറിയില്ല എന്ന് പറയുക. ഞാൻ കരച്ചിൽ ഇനി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നമ്മുടെ നിധി അവിടെ ഇരിക്കുക. അതിന് ശേഷം നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകണു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഹോട്ടലിൽ നികേഷിനെയും കൊണ്ട് കയറി കഴിഞ്ഞിട്ട് ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. ബിരിയാണി വേണോ ഏട്ടത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ബിരിയാണി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ബിരിയാണി അവർ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ടോ എന്നൊന്ന് ചോദിച്ചു കേട്ടോ. നല്ല കാര്യം. ഇതാ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമോ? അച്ഛൻ ഇവിടെയൊന്നും വരാൻ ഇഷ്ടമല്ല, വേണമെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിലേക്ക് വിടില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്. ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ കയറുമായിരുന്നു. അപ്പോൾ അച്ഛനും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് നിധി പറയുക. അല്ലാതെ എവിടേക്കും അങ്ങനെ വിടുമായിരുന്നില്ല എന്ന് പറഞ്ഞു. കൂട്ടുകാരോടൊപ്പം കോളേജ് ക്യാൻറ്റീനിൽ കയറിയാൽ പോലും ഞാനത് അച്ഛനോട് പറയാറില്ല എന്നും നിധി പറയുക. ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന 2 സ്ഥലമേ ഉള്ളൂ, കോളേജ് പിന്നെ അമ്പലം. അല്ലാതെ ഒരിടവും ഉണ്ടായിരുന്നില്ല. ഉത്സവകാലത്താണെങ്കിൽ അച്ഛനോ ചേട്ടനോ ഇല്ലാണ്ട് പോകാനും പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കാം നമ്മുടെ നികേഷ്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടും എനിക്ക് അച്ഛനെയും ചേട്ടനെയും വലിയ കാര്യമായിരുന്നു എന്നും നിധി പറയാട്ടോ. എല്ലാം ചെയ്യുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിശ്വസിച്ചു എന്നും, പക്ഷേ ഇന്നെനിക്കത് അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലായെന്നും നിധി പറയാം. ലോകത്തൊരച്ഛനും ചെയ്യാത്ത കാര്യമാണ് എൻ്റെ അച്ഛൻ ചെയ്തതെന്നും നിധി നികേഷിനോട് പറയാം. ചെറുപ്പത്തിലെ ക്ലാസ്സുകളിൽ ഫസ്റ്റ് വാങ്ങി വരുമ്പോൾ എന്നെ ഭാര്യ എടുത്ത് ഉമ്മ വയ്ക്കാറുള്ള അച്ഛന് ഇന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കത്തിച്ച് കളഞ്ഞതെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല എന്നും നിധി നികേഷിനോട് പറയും കേട്ടോ. അവരെ എതിർത്ത് വീട് വിട്ട് പോകുന്നതിൽ എനിക്ക് നല്ല കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് രാത്രികളിൽ ഞാനതൊക്കെ ഓർത്തിരുന്ന് കരഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അവരാരും വേണ്ട എന്നുള്ളൊരു തോന്നൽ തന്നെയാണെന്ന് നികേഷിനോട് നിധി പറയാം. ഇനി മുതൽ അത് എൻ്റെ വീടല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കുമെന്നും നിധി പറയുക. അപ്പോഴേക്കും അവർ ബിരിയാണി ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിക്കാനിങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നികേഷ് പറഞ്ഞു, ഏട്ടത്തി നിങ്ങൾക്ക് ആരും ഇല്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത് കേട്ടോ, ഞങ്ങളില്ലേ ആ വീടില്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ എന്ന് നികേഷ് നിധിയോട് പറയും കേട്ടോ. പാവത്തിനൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ശരി നീ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവർ ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെ നിധിക്കെല്ലാം വിളമ്പി കൊടുത്തു നികേഷ്. അങ്ങനെ 2 പേരും കൂടെ കഴിക്കുന്നു. ആ സമയത്ത് നമ്മുടെ നികേഷിൻ്റെ ഫോണിലേക്ക് ഹരീഷ് ഏട്ടൻ്റെ കോൾ വന്നു. ഹലോ ഹരീഷ് ഏട്ടാ പറയാൻ പറഞ്ഞു. അപ്പോൾ എടാ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എവിടെ അപ്പോൾ ഏട്ടത്തി എന്തിയെ? എൻ്റെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പുറപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏട്ടത്തിയുടെ വീടിനടുത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുമെന്ന് പറഞ്ഞു. എടാ അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പം കുഴപ്പം അതെ അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഏട്ടത്തി എന്ന് പറയുമ്പോൾ അയ്യോ ഒന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലേട്ടാ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി എന്നാൽ സൂക്ഷിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ എടാ അതെ വെക്കല്ലേ പറഞ്ഞു കേട്ടാ. എടാ ഏട്ടത്തിക്ക് ബസ്സിൽ വരുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ കാർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു നികേഷ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കാൻ പറഞ്ഞു. ശരി ഏട്ടാ ശരിയേ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം നികേഷ് ഇത് നിധിയോട് പറയുവാണ്, ഏട്ടത്തിക്ക് ബസ്സിൽ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഹരീഷ് ഏട്ടൻ കാർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ അതൊന്നും വേണ്ട നമുക്ക് ബസ് തന്നെ മതിയെന്ന് നികേഷിനോട് പറഞ്ഞു. അങ്ങനെ അവർ ഫുഡ് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഫോണിലേക്ക് കോൾ വരും. ഇതെന്താ എല്ലാവരും മാറി വിളിക്കുന്നേ എന്ന് നികേഷ് ഇങ്ങനെ നിധിയോട് ചോദിക്കും കേട്ടോ. പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സുധീഷാണ് വിളിച്ചത്. പുറപ്പെട്ടോ? അപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയും എത്തിയില്ല, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു. നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഇപ്പോൾ അവിടെ പോകാനാണെന്ന് നിധി ചോദിക്കുക. അപ്പോൾ ശരി ആയിക്കോട്ടെ അല്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. തന്നില്ല എന്ന് പറഞ്ഞു. തന്നില്ലേ? അതും പറ്റിയെന്ന് ചോദിച്ചു. അത് വീട്ടിലെത്തിയിട്ട് പറയാമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? അത് അവരെന്നോട് തിരിച്ചു പോവണ്ടെന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ഊഹിച്ചായിരുന്നു, എനിക്കറിയായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ എന്ന്. അപ്പം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്ന് പറയുമ്പം അത് നന്നായെന്ന് പറഞ്ഞു. ബാക്കിയല്ല അവിടെ വന്നിട്ട് പറയാം. ശരി ആയിക്കോട്ടെ. പിന്നെ ഒരു മിനിറ്റ്. എന്തായിരുന്നു? അല്ല ഈ സൂക്ഷിച്ച് വരണേ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം
സുഭാഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക സുധീഷ് കാര്യങ്ങൾ പറയാനായിട്ട്. അവൾ പോകുന്നു എന്നും പറഞ്ഞു. അപ്പോൾ കൈ താ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് കൈ ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കും കയ്യിൽ ചെളിയാടാന്ന് പറഞ്ഞു. ചെളിയൊന്നും കുഴപ്പമില്ല ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.